ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് നമ്മൾ രാവിലെ 24:62 മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോടുകൂടി ഓപ്പൺ ചെയ്തു. രാവിലെ ഞാൻ വോയിസ് ഇട്ടപ്പം ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് ഇറങ്ങി വരാനൊരു സാധ്യതയുണ്ട്. അഥവാ 24:045 വരെ നമ്മുടെ ഈ റെഡ് ലൈൻ്റെ മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോക്സ് വരെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ ഇന്നലെ വീഡിയോയിലും പറഞ്ഞിരുന്നത്, ഇന്ന് രാവിലെ വോയിസ് ഇട്ടപ്പോഴും പറഞ്ഞത്. ഒരു പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് ഇറങ്ങി വരാം. അഥവാ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ 24:045 നമുക്ക് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും നോക്കി മാത്രം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാനാണ് നമ്മളിത് പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു കാത്തിരുന്ന് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ. ഒരു ഡിസിഷൻ എടുക്കുമ്പം എല്ലാ ആസ്പെക്ട്സുകളും നോക്കി മാത്രം നമുക്ക് ഒരു അവസരം വരുമ്പോൾ മാത്രം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞത്. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറിപ്പോയി നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. കാരണം നമുക്ക് അറിയത്തില്ല എന്താ ബിഹേവ് ചെയ്യാം. കാരണം നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു നിലയില്ലാ കയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇല്ലേ. നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. എങ്ങനെ നമ്മളൊരു ട്രേഡ് എടുക്കും, എന്ത് കണ്ടിട്ട് എടുക്കും, എന്താണ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. മാർക്കറ്റിൻ്റെ ആദ്യത്തെ ആ ഒരു ആരംഭ ശൂരത്വം ഒന്ന് തീർന്നതിന് ശേഷം മാർക്കറ്റിന് സമാധാനപ്പെട്ട് ഒന്ന് ആദ്യത്തെ ആ സ്പിരിറ്റ് ഒന്ന് കഴിയുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുള്ള സമയം നമുക്ക് അവകാശം നമുക്കില്ലല്ലോ. നമുക്ക് എടുത്താൽ രാവിലെ തുടങ്ങി 9:15 തന്നെ നമുക്ക് ട്രേഡ് എടുക്കണം എന്നുള്ളൊരു മനോഭാവമാണ് നമുക്ക് എല്ലാവർക്കും. അങ്ങനെയുള്ളവരാരും ഗതി പിടിക്കുകയില്ല, ഉള്ള കാര്യം തുറന്ന് പറഞ്ഞേക്കാം. അത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ ഒരാളുടെ മെസ്സേജ് ഇട്ടില്ല. അപ്പോൾ ഏറെക്കുറെ ഇത് മനസ്സിലാക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലനിന്ന് പോകാൻ പറ്റും. ഓക്കെ, ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓക്കെ നമ്മുടെ ഇതിൻ്റെ വാതിക്കലെത്തി ഇല്ലേ. ഇവിടെ വാതിക്കലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാമെന്ന് പറഞ്ഞു. ആ ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് തിരിച്ച് ഓപ്പണിംഗ് റേഞ്ചിനടുത്ത് തന്നെ വരെ വന്നു. മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. സമയം 10 മണി. നമുക്കൊരു അവസരം കിട്ടി, നമ്മൾ ആ അവസരം ഉപയോഗിച്ചു. 10 മണി ഞാൻ പറഞ്ഞു നിങ്ങൾ പരിപാടി നിർത്തി വീട്ടിൽ പൊക്കോളാം ഞാൻ പറഞ്ഞു ഇല്ലേ. ചേച്ചിമാരോടും അമ്മമാരോടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുക്കളയിലോട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. പിന്നെ മറ്റുള്ളവരാണെങ്കിൽ വേറെ ഒത്തിരി പണികളുണ്ട്, നിങ്ങൾ പണിക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലേ, വേറെ എന്തിനും പരിപാടി കൊണ്ട് നിങ്ങൾ പൊയ്ക്കോണമെന്ന് ഞാൻ പറഞ്ഞു. ട്രേഡ് എടുത്തവർ അത് കേട്ടനുസരിച്ചവർക്ക് ആ പൈസ പോക്കറ്റ് ഇരിപ്പുണ്ട്. അല്ല ആവേശം കൊണ്ട് വീണ്ടും 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 കിട്ടും എന്നുള്ള മനോഭാവത്തോടെ ഇത് പല പ്രാവശ്യം ചിന്തിച്ച് നമ്മൾ തീരുമാനം എടുത്താണ് ഇനിയും ചെയ്യത്തില്ല തല്ലിക്കൊന്നാലും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞതാണ് നിങ്ങൾ ഇല്ലേ. വീണ്ടും തദൈവ ശങ്കരനഗേനോണത്ത് കോക്കനട്ട് ട്രീ. എനിവേ എന്തെങ്കിലും ആയിക്കോട്ടെ, മാർക്കറ്റ് ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ തിരിച്ച് കയറിയപ്പം ഇങ്ങനെ ഒരു ഫ്ലാഗ് ആൻഡ് പോളിന് ഒരു സിറ്റുവേഷൻ കണ്ടു. ഞാൻ വരച്ചിട്ടു, പക്ഷേങ്കിൽ അത് വർക്ക് ചെയ്തില്ല. അതിന് ശേഷം മാർക്കറ്റ് അവിടെ നേരെ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോഴും ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് പിന്നെ പതുക്കെ നടന്ന് കയറി അല്ലേ. ഒരു സ്ട്രെങ്ത് ഇല്ല മാർക്കറ്റ്. പതുക്കെ നടന്ന് റെസ്റ്റ് എടുത്ത് ആണ് മാർക്കറ്റ് ഉടുന്തി തള്ളി ഇവിടം വരെ എത്തി. ഇവിടെ എത്തിയപ്പം ഇതിൻ്റെ പടിവാതിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും താഴോട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 21,180 ആയിരിക്കണം നിങ്ങളുടെ അസല്, അതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. എത്ര പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. ഓക്കെ, എന്തായാലും അവിടെ ട്രേഡ് എടുത്തിട്ടാണെങ്കിൽ ഭീകര നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം രാവിലെ ട്രേഡ് എടുത്തവർ ഞാൻ പറഞ്ഞു രാവിലെ നിങ്ങൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് കിട്ടിയവർ രണ്ടാമത് വീണ്ടും ട്രേഡ് ചെയ്യരുത് എന്നും പറഞ്ഞു. ആരെത്ര പേര് കേട്ടു എന്നൊന്നും എനിക്കറിയത്തില്ല. അനുഭവം ഗുരു, എത്ര വന്നാലും പഠിക്കുകയില്ല, അത് വേറൊരു സത്യം. എനിവേ അതിനുശേഷം അപ്പോൾ ഇന്നാണെങ്കിൽ 1-2 പേര് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇടയ്ക്ക് മിണ്ടായിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും ഞാൻ കുറേ നേരം ഒരു 1-1.5 മണിക്കൂർ എന്നെ കാണാതെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഞാൻ മിണ്ടായിരിക്കണം പറയും. സാറേ എന്തെങ്കിലും ഒന്ന് പറ സാറൊന്ന് ആക്റ്റീവ് ആവും. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവസരം വരുവാണെങ്കിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യ പെശകോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അത്രേ ഉള്ളൂ. അതിനിടയിൽ വേറൊരാൾ മെസ്സേജ് അയച്ചു, സാറേ സൈക്കോളജിയിൽ എങ്ങനെയാണ് സൈക്കോളജിയെ ഒന്ന് ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും ഒന്ന് പറയണം. ഞാൻ ചോദിക്കട്ടെ, അവനവൻ വിചാരിച്ചിട്ടല്ലാതെ ഓക്കെ നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. അല്ലാതെ അതിനകത്ത് ഏത് സൈക്കോളജി അല്ല. ഒരാളെന്നോട് പറഞ്ഞു, സാറേ ലാസ്റ്റ് മൊമെൻറ്റ് ഗാമ ബ്ലാസ്റ്റ് പ്രതീക്ഷിച്ച് ഞാൻ ട്രേഡ് എടുത്തു, കിട്ടിയതും പോയി, കയ്യിലുള്ള ക്യാപിറ്റലും പോയി, എല്ലാം പോയി. എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങളോട്. നിങ്ങൾ ഗാമ ബ്ലാസ്റ്റിൻ്റെ പുറകെയും പിന്നെ ICTയുടെ പുറകെയും സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ പുറകെയൊക്കെ പോകുന്നതിന് മുന്നേ ആദ്യം 2 കാലം ഉറപ്പിച്ച് നിലത്ത് നിൽക്കാൻ ശ്രമിക്കുക.
രണ്ട് കാലം ഉറപ്പിച്ച് നിലത്ത് നിൽക്കാൻ ശ്രമിക്കുക. രണ്ട് കാല് താറാക്കൂത്തി നിന്നെങ്കിലേ യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നതിന് മുമ്പ് 5-10 പോയിന്റ് കിട്ടി നിങ്ങളൊരു താളം മാർക്കറ്റിൽ കണ്ടെത്തിയതിന് ശേഷം പിന്നെ നിങ്ങൾ വലിയ വലിയ പരിപാടിക്കൊക്കെ പൊയ്ക്കൂ, ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ മാർക്കറ്റിലുണ്ട്, ഇതൊക്കെ വേണ്ടതാണ്. പക്ഷേങ്കിൽ നിങ്ങൾ ആദ്യം ബാലപാഠങ്ങൾ പഠിച്ചിട്ട് വേണം ബാക്കിയുള്ള ക്രിയകൾ ചെയ്യാൻ. അല്ലാതെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കയ്യിൽ 6ാം ക്ലാസ്സിൽ പുസ്തകം എടുത്ത് വെച്ചിട്ട് മോനെ നീ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇല്ല. നിങ്ങളിപ്പം വന്നിട്ട് 1, 2, 5, 6 മാസമായി കാണത്തുള്ളൂ. മാർക്ക് ആരോ എവിടെയോ പറഞ്ഞു കേട്ട് നിങ്ങൾ വന്നതാണ്, അല്ലേ? വന്നിട്ട് നിങ്ങൾ അവിടെ ഒരു ഗാമ ബ്ലാസ്റ്റ്, ഇവിടെ ICT, അവിടെ OCT, ഇവിടെ MBT, ഇവിടെ OET, എന്തോ എനിക്കറിയത്തില്ല. മാർക്കറ്റിൽ ധാരാളം സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കേട്ട് വെച്ച് പഠിച്ചിട്ട് ഇന്ന് ഇത് പരീക്ഷിച്ചേക്കാം, നമുക്ക് നാളെ അത് പരീക്ഷിക്കാം. എല്ലാം പരീക്ഷിച്ച് അവസാനം പോക്കറ്റിൽ ഇരുന്ന കാശും കഴിഞ്ഞ് വീട്ടിലെ സ്വർണ്ണം എടുത്തുകൊണ്ട് പണയം വെച്ച് അതും കിട്ടിയ കാശ് എടുത്തു, ലോണും എടുത്തു, അതും കിട്ടിയ കാശ് തീർന്നു. എന്നിട്ട് നിങ്ങളുടെ പരീക്ഷണങ്ങൾ മാറിയില്ല. എന്നാൽ മുടിഞ്ഞു പോകാനെ കൊണ്ട് ഇത് എങ്ങനെങ്കിലും രക്ഷപ്പെടണം, 10-15 പോയിന്റ് എടുത്ത് മാറി നിന്ന് ഒരു താളം കണ്ടെത്തിയതിന് ശേഷം ഇതൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ പിന്നെയും എന്തെങ്കിലും മിച്ചം കണ്ടേനെ. എനിവേ പറഞ്ഞാൽ ഞാനും വികാരാധീനനായി പോവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ താളം കണ്ടെത്തി നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മാന്യമായ രീതിയിൽ ന്യായം പാലിച്ച് നിങ്ങൾ പോവുക. ഞാൻ ക്ലാസ്സിൽ പലപ്പോഴും പലിശക്കാരൻ്റെ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാന്യമായി കിട്ടിയാൽ അതുകൊണ്ട് നിർത്തി പോയി പരീക്ഷിച്ച്, നിങ്ങളിപ്പോൾ എത്രയോ പേരുടെ വോയിസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിട്ടു, നിങ്ങളിതൊക്കെ കേൾക്കുന്നില്ലേ? ഓക്കെ, എൻ്റെ ഭാഷ ഇച്ചിരി സഭ്യമല്ലാതായി പോയെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഇങ്ങനെ എത്രയോ പേരെ മെസ്സേജ് അയക്കുന്നറിയാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ദേവേന്ദ്രൻ അപ്പൻ മുത്തുപ്പട്ടർ വന്നാലും നിങ്ങളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, വേറെ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പം ദൈവം തമ്പുരാൻ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോലും ദൈവം തമ്പുരാൻ നിങ്ങളിങ്ങനെ നിൽക്കുന്നു, ദൈവം തമ്പുരാൻ നിങ്ങളെ താങ്ങി ഇങ്ങനെ നിർത്തിയേക്കുക. ഓക്കെ, ദൈവം തമ്പുരാൻ്റെ കൈക്കകത്ത് നിങ്ങൾ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഈ കൈക്കകത്ത് നിന്ന് ചാടിപ്പോവാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുകയാണ്, ദൈവം തമ്പുരാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. ഇവിടെ എങ്ങനെയെങ്കിലും വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളിങ്ങനെ ചെയ്യൂ, അല്ല ഈ രീതിയിൽ ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടതിന് ശേഷം വീണ്ടും സ്വന്തമായിട്ടാവോ അതങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, അതങ്ങനെ വരും, അവിടുന്ന് പൊട്ടു ഉറപ്പാണ്. എല്ലാ സെറ്റപ്പും നമ്മൾ കണ്ടു, ഓക്കെയാണ്. ഇതിനിടയിൽ ഇപ്പം കൂടെ വേണ്ട പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, അവനവൻ വിചാരിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഭാഗം അങ്ങ് നിർത്തുകയാണ്. അപ്പം നമുക്കിനിയും പറയാനുള്ള കാര്യം വെച്ചാൽ, മാർക്കറ്റ് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ US മാർക്കറ്റൊക്കെ പറക്കുകയാണ്. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിലെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഡേറ്റ, അമേരിക്കൻ മാർക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഡേറ്റ ഇന്ന് വന്നിട്ടുണ്ട്. അവിടുത്തെ നോൺ ഫാം പേറോൾ ഡേറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ നോൺ ഫാം പേറോൾ ഡേറ്റ വന്നെന്ന് പറഞ്ഞാൽ 110K ആണ് അവർ പ്രതീക്ഷിച്ച ജോബ് ഡേറ്റ. ഓക്കെ, പക്ഷേ വന്നത് 57K മാത്രമാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർഷിക മേഖല ഒഴിച്ചുള്ള, അറിയാൻ എത്ര കൊണ്ട് പറയുകയാണ്, കാർഷിക മേഖല ഒഴിച്ചുള്ള അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് അല്ല ജോബ്. ഓക്കെ, അവർ പ്രതീക്ഷിച്ചത് 110K, എക്സാമ്പിൾ അങ്ങ് പറയാം, 110K അത്രയും പേർക്ക് ജോലി കൊടുക്കാം എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ 57K മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താ സൂചിപ്പിക്കുന്നത്? ലേബർ മാർക്കറ്റിൽ പ്രശ്നമുണ്ട്, ഇല്ലേ? എക്കണോമി ശക്തമല്ല, ജോലി കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു ചിന്ത മാർക്കറ്റിൽ വന്നു. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ ചോദിക്കും, സാറേ ഇത് ഉത്തരം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്നുണ്ടോ പറക്കുന്നത്? മാർക്കറ്റ് പറക്കുന്നതിന് കാരണമുണ്ട്. ഇങ്ങനെ ഒരു നോൺ ഫാം പേറോൾ ഡേറ്റ, ഒരു നെഗറ്റീവ് ഡേറ്റ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിൽ ഇനിയിപ്പം റേറ്റ് ഹൈക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷൻ കഴിഞ്ഞ ദിവസം പുതിയ ചെയർമാൻ പറഞ്ഞിരുന്നു, റേറ്റ് ഹൈക്ക് കൂട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അന്ന് മാർക്കറ്റ് പൊട്ടിയായിരുന്നു. നിങ്ങൾ എത്ര ഓർമ്മയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ റേറ്റ് ഹൈക്ക് കൂട്ടെന്ന് പറയുമ്പോൾ മാർക്കറ്റ് പൊട്ടാനുള്ളൊരു വ്യഗ്രത കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ജോബ് ഡേറ്റ വന്നപ്പോൾ, ഇങ്ങനെ ഒരു നോൺ ഫാം പേറോൾ ഡേറ്റ വന്നു കഴിഞ്ഞപ്പോൾ, ഒരു നെഗറ്റീവ് ഡേറ്റ വന്നപ്പം എക്കണോമിക്ക് അതിൽ ചെറിയ പ്രശ്നമുണ്ട്, ലേബർ മാർക്കറ്റ് ചെറിയ പ്രശ്നമുണ്ട് എന്ന് കണ്ട് എന്ത് ചെയ്യും? ഈ റേറ്റ് ഹൈക്ക് എന്ത് ചെയ്യും? അവർ പോസ് ചെയ്യും. അല്ലെ, റേറ്റ് ഹൈക്ക് ചെയ്യാനുള്ള ആ ഒരു തീരുമാനം അവർ കുറച്ച് നാളത്തേക്കെങ്കിലും അവർ മാറ്റിവെക്കും. മനസ്സിലായോ? അങ്ങനെ മാറ്റിവെക്കുമ്പം അതെന്താണ്? ആർക്കാണ് നല്ലത്?
മാർക്കറ്റിന് ആണ്. റേറ്റ് ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് പ്രശ്നമല്ലേ. അപ്പം റേറ്റ് കുറയ്ക്കുന്നതാണ് എപ്പോഴും മാർക്കറ്റിന് ഒരു ബൂസ്റ്റപ്പ്. അപ്പം അങ്ങനെ റേറ്റ് കൂട്ടത്തില്ല എന്ന് കണ്ടപ്പം അത് മാർക്കറ്റിനൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അങ്ങനെ അതുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പം വെട്ടിയിട്ട പൂക്കുറ്റി പോലെ മേലോട്ട് പോകുന്നപ്പോൾ ഡൗ ജോൺസ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ പോകുന്ന പോക്ക് കണ്ടില്ലേ. അപ്പോൾ ഇത് അവിടുത്തെ കാര്യമാണ്. ഇനി നമ്മുടെ കാര്യം എങ്ങനെയാണെന്നുള്ള കാര്യം അടുത്ത് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഈ ഡേറ്റ വെച്ചുള്ള കാര്യം നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് US മാർക്കറ്റിംഗ് നടന്ന് പറക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇത് കളഞ്ഞേക്കാം. ഓക്കെ, അത് പോട്ടെ, അതാണ് പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ നമ്മുടെ കൂടിൻ്റെ വാതുക്കലേക്ക് കറക്റ്റായിട്ട് 24,175 മാർക്കറ്റിന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് നമ്മുടെ ബോക്സിൻ്റെ വാതുക്കലാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പം നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പപ്പോട് കൂടെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ 24,340 കിട്ടും. പക്ഷെങ്കിൽ അപ്പോൾ ഇതിനെ മുമ്പോട്ട് നയിക്കാനുള്ള ഉപോത്പരമായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ, നിങ്ങൾ ന്യൂസുകൾ കണ്ടു കാണും, ഇന്ത്യയും ജപ്പാനും തമ്മിൽ കുറേ ട്രേഡ് എഗ്രിമെൻ്റ് അല്ല, ഒരു തമ്മിൽ കൈ കൊടുക്കുന്ന ഒരു പരിപാടി. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം ചെയ്യുമ്പം ഡോളറിനെ ഒഴിവാക്കിയിട്ട് യെന്നിനെയും റുപ്പിയെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം വാങ്ങിക്കാൻ വേണ്ടി അവർ പരസ്പരം ഉപയോഗിക്കുന്നു. അതായത് ഇന്ത്യ ജപ്പാൻ എന്തെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഡോളറിന് പകരം യെൻ കൊടുക്കും. ജപ്പാൻ എന്തെങ്കിലും ഇന്ത്യയിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പകരം റുപ്പി തരും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ കറൻസി കൊടുത്ത് സാധനം വാങ്ങിക്കാൻ അവർ തീരുമാനിച്ചു. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഡോളറിനെ ഒഴിവാക്കി. ഇനിയിപ്പോൾ മറ്റെണ്ണം വന്ന് എന്തെങ്കിലും പറയുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പല മേഖലകളിലും, പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ മേഖലകളിൽ ജപ്പാനും ഇന്ത്യയും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോടെ ജപ്പാൻ വലിയൊരു ഒരു തുക ഇന്ത്യയിൽ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിന് എന്തായാലും ഒരു, പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ മേഖലയിൽ മാർക്കറ്റിന് വളരെ ഒരു പോസിറ്റീവാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 15-ാം തീയതി മുതൽ ഇന്ത്യ UK കരാറ് നിലവിൽ വരുന്നു. അതും അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ട്. പക്ഷെങ്കിൽ ഇന്നലത്തെ ഡേറ്റ നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ ഇട്ട FISൻ്റെ ഡേറ്റ 90% ഷോർട്ട് സൈഡിലാണ്. ഞാൻ വേണം ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. ഇന്നലെ വന്ന ഡേറ്റയാണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 90% FIS ഷോർട്ട് സൈഡാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, FIS ഏതെങ്കിലും കാരണവശാൽ ഷോർട്ട് സൈഡ് ഇങ്ങനെ ഇന്നലത്തെ മിനിയാന്തെ ഡേറ്റയാണ് നമുക്ക് പറയാം. ഓക്കെ, മന്ത്ലി എക്സ്പയറി കൊണ്ട് അവർ പൊസിഷൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയാന്ന് പറയാം. പക്ഷേ ഇന്നലെയും ഇതേ മോഡൽ തന്നെ 90% ഷോർട്ട് സൈഡ് വന്നപ്പം ഒന്നും കാണാതെ പട്ടര് വെള്ളത്തിൽ ചാടത്തില്ല എന്ന് പണ്ട് ആരാണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും കാണാതെ അവർ ഇത്രയും ഷോർട്ട് സൈഡ് നിൽക്കുകയില്ല എന്നുള്ളത് ആണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്ന കാര്യം. ഇവരിങ്ങനെ വലിയ രീതിയിൽ ഷോർട്ട് സൈഡ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ സംതിങ് ഉണ്ട്, നമ്മൾ പേടിക്കണം എന്നുള്ളത് തന്നെയാണ്. എനിവേ, എന്തായാലും നമുക്ക് നോക്കാം. റീറ്റെയിലേഴ്സും DISും നല്ല രീതിയിൽ ബൈ സൈഡിലാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ മുകളോട്ട് കൊണ്ടുപോയതിന് ശേഷം പൊട്ടിക്കാനാണോ എന്നുള്ള ഒരു പേടി നമ്മുടെ മനസ്സിൽ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം. എത്ര മുകളിലോട്ട് പോയാലും മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ പൊട്ടുമോ എന്നൊരു ഒരു ആശങ്ക നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം. അങ്ങനെ എത്ര മുകളിലോട്ട് പോയാലും മാർക്കറ്റ് ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം എന്നതിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡേ ക്യാൻഡിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാർക്കറ്റിൽ ഇത് ചെയ്തപ്പം, വീക്കിലി അനലൈസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഡേ മൊമെൻറ്റം ഇപ്പം നല്ല രീതിയിലൊരു നല്ലൊരു ഡേ ക്യാൻഡിലാണ് ഇന്നിവിടെ ക്ലോസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഡേ ക്യാൻഡിൽ. അപ്പം നമുക്ക് നാളത്തെ ഡേ ക്യാൻഡിൽ ഈ 309 എന്ന് പറഞ്ഞൊരു ലൈനിവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഈ 309 കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതേ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് ഇതുപോലെ കയറിയിട്ട് 309 അടുത്ത് വരെ പോയതിന് ശേഷം അന്ന് ക്ലോസ് ചെയ്തത് താഴെയാണ്, മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് ചെറിയൊരു ആശങ്കയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 309 എന്ന് പറയുന്ന പോയിന്റിലോട്ട് മാർക്കറ്റ് എത്തിയാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ജസ്റ്റ് ഞാനൊരു ഡേ ക്യാൻഡിൽ നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ 309 കടന്ന് നിന്ന് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
അപ്സൈഡ് മൊമെൻറ്റും കൺഫേം ചെയ്യാൻ പറ്റും. എന്തായാലും ഇനിയും ഒരു കട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് 24,000 ആയിരിക്കും. നമുക്ക് 24,000 എന്ന് പറയുന്ന ഒരു മെയിൻ ഒരു കട്ട സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേ ഞാൻ ജസ്റ്റ് അത് പോയോ, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ് എടുത്തോട്ടെ, സോറി. ഓക്കെ, അപ്പം നമുക്കിനി അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഇൻട്രാഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 340 നമ്മുടെ മുകളിലുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 340 ആയിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ബോക്സും പ്ലസ് 340, ബോക്സ് കടന്ന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ 340. ഈ 340 ഒരു ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നാളത്തെ മൊമെൻറ്റം നമ്മൾ വാച്ച് ചെയ്യുക, അതിനനുസരിച്ച് നമുക്ക് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഒരു സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ നമുക്ക് ട്രേഡ് എടുക്കാൻ പാകത്തിലൊരു സാഹചര്യം കിട്ടിയാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവൂ. അല്ലാതെ എന്നത്തെയും പോലെ ചാടി കയറി ആവശ്യമില്ലാതെ ട്രേഡ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,000 തന്നെയായിരിക്കും കട്ട സപ്പോർട്ട്. അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ 24,000 കട്ട സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പക്ഷേ മാർക്കറ്റ് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിനും ഈ 24,000 ഇടയ്ക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ല ഇത് പൊട്ടിച്ച് മേലോട്ട് കയറി പോവുകയാണെങ്കിൽ 340 അവിടെ എന്ത് സംഭവിക്കും നമ്മൾ കൃത്യമായി വാച്ച് ചെയ്ത് മാത്രം പുതിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. നമ്മുടെ വരകളൊക്കെ മാറ്റാൻ സമയമായി. നമ്മൾ ഏകദേശം കഴിഞ്ഞ ഒരു 3-4 മാസം കൊണ്ട് ഈ നമ്മൾ നിലവിലുള്ള വര വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വര വരയ്ക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇവിടുത്തെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ 340 മുകളിലോട്ട് മാർക്കറ്റ് പോയി 24,500 എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരകളൊക്കെ മാറ്റണം. വരകളൊക്കെ മാറ്റി പുതിയ വരകൾ വരയ്ക്കണം. അത് അടുത്ത വീക്കിലനുസരിച്ച് ലൈവായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് വെരി ഫ്ലാറ്റ് ആയിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. അണ്ണം വടക്കോട്ടായിരുന്നെങ്കിൽ ഈ ചേട്ടൻ തെക്കോട്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ 831 തന്നെ കടന്ന് മാർക്കറ്റ് കളിക്കുക ഒരു സീറോയിലാണ് കേട്ടോ. വെറും ഒരു പോയിന്റിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ഒരു മൊമെൻറ്റോ ഇല്ലായിരുന്നു. അപ്പം ഈ നമുക്കിനി ഒരു മൊമെൻറ്റം, പുതിയൊരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 617 കടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ മൊമെൻറ്റം ബാങ്ക് നിഫ്റ്റിക്കകത്തിൽ നമുക്കുള്ളൂ. ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതായിരുന്നു ഏറ്റവും വലിയ ശോകം. മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുത്താൽ നിങ്ങൾ 1-2 കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളോട് മറന്നു ഞാൻ ചോദിക്കാം, ആദ്യം പറയണമെന്ന് വിചാരിച്ചാൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇൻഫോസിസ് IT സെക്ടറിൻ്റെ കാര്യം പറയുന്നത്, ഇൻഫോസിസും HCL ടെക്കും പിന്നെ TCSൻ്റെയൊക്കെ കാര്യം പറയുന്നത് നല്ലൊരു ബൈ സോൺ ആണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അത് എല്ലാം ഏകദേശം 5% ഇന്നെല്ലാം കയറി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജസ്റ്റ് എനിക്കൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയാണ്, അറിയാൻ വേണ്ടി ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഇൻഫി 5.5% കയറി, TCS 4.5% കയറി, HCL ടെക്ക് 4.5% കയറി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു 1000 താഴെ പോയപ്പോൾ ഇതൊരു ബൈ സോണാണ്, നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആരെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ പിന്നെ സ്റ്റോക്കായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഭയങ്കര മഴ ഉപകാരപ്പെട്ടു എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം, നമ്മളുടെ BSEയുടെ കാര്യം വളരെ ശോകമായിരുന്നു. നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. BSE നല്ല രീതിയിൽ ഇന്ന് പൊട്ടി. ആ ഒരു പൊട്ടലിൻ്റെ ആധിക്യമാണ് നമ്മളെവിടെ കണ്ടത്, ഇന്ന് നമ്മൾ മിഡ് ക്യാപ്പിനകത്തിൽ കണ്ടത്. മിഡ് ക്യാപ്പ് എങ്ങും പോയില്ല. ഈ പൊട്ടലാണ് BSEക്കകത്ത് വീണ ഈ പൊട്ടൽ കണ്ടോ പറഞ്ഞേ, സോറി, ഈ പൊട്ടൽ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ BSE നോക്കി വേണം മിഡ് ക്യാപ്പിനകത്തിൽ ട്രേഡ് ചെയ്യാൻ. ഭയങ്കര മഴ വരും. അപ്പം അതുപോലെ സെൻസെക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിലും ഈ പറഞ്ഞ പോലെ തന്നെ വലിയ കൺസോളിഡേഷൻ തന്നെ നിൽക്കുകയായിരുന്നു, എങ്ങും പോയില്ല. ഈ 631 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫർദർ മൂവ്മെൻറ്റ് ഇവിടെ കാണത്തുള്ളൂ, സെൻസെക്സിലും കാണത്തുള്ളൂ. ബാക്കി ലെവലുകളെല്ലാം കൃത്യമാണ്, നിങ്ങളത് നോക്കി ട്രേഡ് ചെയ്യുക. ഭയങ്കര മഴ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ സംയമനം പാലിക്കുക. നിങ്ങൾക്ക് സംയമനം പാലിച്ച് ആത്മസംയമനം പാലിക്കാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആത്മസംയമനത്തോടെ ന്യായം പാലിച്ച് നിന്ന് പഴിച്ച് പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കരെ പറ്റാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വാഷ് ഔട്ടായി പോകത്തേ ഉള്ളൂ. ആരും ചോദിക്കത്തില്ല, ആരും മരുന്നില്ല. ആദ്യത്തെ ഒരു ദിവസം വേണമെങ്കിൽ പറയാം അയ്യോ കഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാവരും നിങ്ങളെ മറന്നു പോകും. നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പൈസ, നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ട പൈസ, നിങ്ങളുടെ ഭാര്യ അനുഭവിക്കേണ്ട പൈസ, നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ട പൈസ വെറുതെ കൊണ്ടുപോയി ആറ്റിൽ കായം കലക്കുന്ന കണക്ക് കൊണ്ട് കളയരുത്. ഓക്കെ, അതുകൊണ്ട് മാന്യമായി ന്യായമായി ഇതിനകത്ത് നിന്ന് വല്ലതും കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എല്ലാവരോടും സ്നേഹസ്വരൂപമാണ് പറയുന്നത്. നിങ്ങളൊക്കെ രക്ഷപ്പെടാനും
നിങ്ങൾക്ക് നന്നായി കാണാനും ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രം പറയാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു എന്താ പറയുന്നത്, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയോടെ ഇതിനെ കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കഴിഞ്ഞ നാളുകൾ ഞാൻ കടന്നു വന്ന പാതകളിൽ നിന്ന് ഞാൻ സ്വായത്തമാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭാവിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ബുക്കൊക്കെ എഴുതാൻ പറ്റത്തക്ക രീതിയിലുള്ള സാധനങ്ങൾ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഓരോരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ന്യായം പാലിക്കുക. നാളേക്ക് നിങ്ങളുടെ ഭാവി ശോഭനമാകും. ഓക്കെ, താങ്ക് യു.